നമസ്കാരം. തൃശൂർ വിഷൻ വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ പുത്തൻപീടികയിൽ ഭാര്യ വീടിന് നേരെ ഭർത്താവിന്റെ ആക്രമണം. ജനൽ ചില്ലുകൾ തകർത്തു. പോർച്ചിലിരുന്ന സ്കൂട്ടറിന് തീയിട്ടു. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. മതിലകം പൂളിമുട്ടത്ത് കനത്ത കാറ്റിൽ വീടിന് മുകളിൽ തെങ്ങ് കടപുഴകി വീണു. വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ബാലവേദി കയ്പമംഗലം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന ബാലവേദി ക്യാമ്പ് സംഘടിപ്പിച്ചു. മുക്കുപണ്ടം പണയപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച യുവാക്കൾ അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. ബാലവേദി കയ്പമംഗലം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന ബാലവേദി ക്യാമ്പ് സംഘടിപ്പിച്ചു. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്യാമ്പിൽ KR വൈഷ്ണവി പതാക ഉയർത്തി. സിനിമാ സംവിധായകൻ ഷാജി അസീസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ER ജോഷി അധ്യക്ഷത വഹിച്ചു. കണ്ണൻ അരയങ്ങാട്ടിൽ മുഖ്യാതിഥിയായിരുന്നു. NC പ്രശാന്ത്, VR രമേശ്, രശ്മി ജോഷി, TJ സാലിഹ എന്നിവർ ക്യാമ്പ് നയിച്ചു. MD സുരേഷ്, ദിവ്യ അനീഷ്, അജിത് കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ബിരിയാണി സിനിമയുടെ സംവിധായകൻ സജിൻ ബാബു ക്യാമ്പ് സന്ദർശിക്കുകയും കുട്ടികളോട് സംവദിക്കുകയും ചെയ്തു. അതിജീവിക്കുക എന്ന് പറഞ്ഞ കാലത്ത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. വലിയ നാടക മത്സരമായിരുന്നു. എനിക്ക് തോന്നുന്നൊരു എല്ലാ ക്ലാസ് റൂമിലെയും ബോർഡ് നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബോർഡുകൾ മുഴുവൻ സ്റ്റാൻഡിലുള്ള ബോർഡുകളെല്ലാം പുറത്തേക്ക് വരികയും 8 8ാം ക്ലാസ് 8 ഈ അവതരിപ്പിക്കുന്നു, മഴ 9 അവതരിപ്പിക്കുന്നു, പ്രഹേളിക, ഫുൾ ബോർഡുകൾ വലിയ മത്സരമായിരുന്നു. നമ്മൾ 2020 കാണുന്ന പോലെയുള്ള ഒരു വലിയ നാടക മത്സരമായിരുന്നു. അപ്പൊ ആ ഒരു നെഞ്ചിടിപ്പ് സത്യത്തിൽ ഇവിടെ വന്നപ്പോൾ എനിക്കുണ്ടായിരുന്നു. പിന്നെ കുട്ടികളോടായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ കുട്ടികളിൽ നിന്നാണ് ശരിക്കും പഠിക്കേണ്ടത്. മുതിർന്നവരെ ഈ നിഷ്കളങ്കതയും സത്യസന്ധതയൊക്കെ വലുതാവുമ്പോൾ കുറേശ്ശെ മിസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഈ കാലം, പ്രത്യേകിച്ച് നിങ്ങളുടെ വായന, നിങ്ങളുടെ കലാപ്രവർത്തനങ്ങൾ, നിങ്ങളുടെ സ്പോർട്സ് ആക്ടിവിറ്റീസ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ ക്യാമ്പായാലും പിന്നീടുള്ള നിങ്ങളുടെ സ്കൂളിൻ്റെയും സ്കൂളിനപ്പുറം നിങ്ങളുടെ പരിസരവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ രാഷ്ട്രീയ ബോധം ഒക്കെ ഉയർന്ന സ്ഥിതിയിലേക്ക് വരുന്ന. തൃശൂർ പുത്തൻപീടികയിൽ ഭാര്യ വീടിന് നേരെ ഭർത്താവിന്റെ ആക്രമണം. ജനൽ ചില്ലുകൾ തകർത്തു. പോർച്ചിലിരുന്ന സ്കൂട്ടറിന് തീയിട്ടു. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. പുത്തൻപീടിക തണ്ടാശ്ശേരി ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന തണ്ടാശ്ശേരി രാധാകൃഷ്ണന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. വൈകിട്ട് 7:30 സംഭവം. രാധാകൃഷ്ണന്റെ മകളുടെ ഭർത്താവായ തളിക്കുളം സ്വദേശിയാണ് ആക്രമണം നടത്തിയതെന്നാണ് പരാതി. ആക്രമണം നടക്കുമ്പോൾ രാധാകൃഷ്ണന്റെ ഭാര്യയും മകളും കൊച്ചുമകനും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. അക്രമാസക്തനായി എത്തിയ പ്രതി വീടിന്റെ ജനൽ ചില്ലുകൾ അടിച്ചു തകർത്തു. തുടർന്ന് പോലീസ് എത്തുമ്പോഴേക്കും സ്ഥലത്ത് നിന്ന് കടന്നുകളയുകയും ചെയ്തിരുന്നു. പിന്നീട് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം തിരികെ എത്തി ഇവരുടെ വീടിന് മുന്നിൽ വെച്ചിരുന്ന ഇരുചക്ര വാഹനം തീയിട്ട് നശിപ്പിക്കുകയായിരുന്നു. ഇയാൾ 10 മാസം മുൻപ് ഈ വീട്ടിൽ ആക്രമണം നടത്തിയിട്ടുള്ളതായി കുടുംബം പറയുന്നു. പിന്നെ വിളിക്കുമ്പോൾ കയറി പോയി. പിന്നെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു. അപ്പം ഞങ്ങൾ ആ നേരത്തെ പോലീസിനെ വിളിച്ചു. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ അപ്പം പക്ഷെ അപ്പോഴൊന്നും അവർ എത്തിയിരുന്നില്ല. അങ്ങനെയൊക്കെ പിന്നെ വന്നിട്ടാണ് ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചു, കടിച്ച് കൈമുറി എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് ഈ റൂമിൻ്റെ 2 ഗ്ലാസ് അടിച്ച് പൊട്ടിച്ച് പോയിട്ട് അപ്പോഴും സാറുമാരെത്തിയിരുന്നില്ല. പിന്നെ വണ്ടി എടുത്തിട്ട് പോവുകയാണ് ചെയ്തത്. അതും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പോലീസുകാരെത്തി. അവർ ഫോട്ടോ എടുക്കുന്നതൊക്കെ ചെയ്ത് ഞങ്ങൾ എല്ലാ വിവരങ്ങളും ചോദിച്ചറിഞ്ഞിട്ട് പോയി. ഇത് 2ാം തവണയാണ്. ഇതുകൂടാതെ യുവതി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനും കേസുകൾ ഉള്ളതായും സംഭവവുമായി ബന്ധപ്പെട്ട തളിക്കുളം സ്വദേശി ഷക്കീറിനെ പിടികൂടാനുള്ള ശ്രമത്തിലാണെന്നും പോലീസ് പറഞ്ഞു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. തൃപ്പയാർ നാട്ടിക ഗ്രാമപഞ്ചായത്ത് 4ാം വാർഡിലെ SSLC പരീക്ഷയിലും CBSE 12ാം ക്ലാസ്സിൽ നിന്നും ഫുൾ A1 നേടിയ വിദ്യാർത്ഥിയെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും 4ാം വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു.
അനുമോദന ചടങ്ങ് നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ബിനു ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. 4ാം വാർഡ് CDS മെമ്പർ ഗീതാഞ്ജലി തിലകൻ, ശ്രീജ മൂവീസ്, റാനിഷ് കെ രാമൻ, പ്രസാദ് വെള്ളാഞ്ചേരി, 4ാം വാർഡ് CDS മെമ്പർ ഗീതാഞ്ജലി തിലകൻ, ശ്രീജ, റാനിഷ് കെ രാമൻ, പ്രസാദ് വെള്ളാഞ്ചേരി എന്നിവർ സംസാരിച്ചു. പുഷ്പാങ്കദൻ ഞായക്കാട്ട്, ജയരാമൻ അണ്ടേഴത്ത്, വിശ്വനാഥൻ കൊടപ്പുള്ളി, സുബ്രഹ്മണ്യൻ, ചന്ദ്രൻ കാട്ടിൽ മൂത്തേഴത്ത്, രാധാ ആനന്ദൻ, രാധാ തൃപ്രയാറ്റ്, കണ്ണൻ അന്തിക്കാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. CBSE +2 പരീക്ഷയിൽ ഫുൾ A1 നേടിയ അയാൻ ഷക്കീർ, SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഹാനിയ സവാദ്, നിരഞ്ജൻ PS, മുഹമ്മദ് മുസമിൽ PS, ഷാരോൺ KS, അബ്ദുൾ ഹസീബ് VR, ശ്രീദേവി NV, ആവണി അജയ് ഘോഷ്, ശ്രീപ്രിയ NR, ശ്രീവൈക സതീശൻ, ഫിദൽ KS എന്നീ വിദ്യാർത്ഥികളെ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു അനുമോദിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിക്കുന്ന വായനക്കളരിയുടെ ഭാഗമായി കണ്ണമ്പുള്ളിപ്പുറം ശ്രീനാരായണ വായനശാലയിൽ കളരിപ്പയറ്റ് പ്രദർശനം സംഘടിപ്പിച്ചു. മഹാത്മാ കലാക്ഷേത്ര കളരി സംഘത്തിന്റെ സഹകരണത്തോടെ കളരി ആചാര്യൻ ഗുരു ഓമൽ ശങ്കറിന്റെ ശിഷ്യകളായ കീർത്തന, വൈഷ്ണവി എന്നിവരാണ് കളരിപ്പയറ്റ് പ്രദർശനത്തിന് നേതൃത്വം നൽകിയത്. ഇവരുടെ കീഴിൽ കളരി അഭ്യസിക്കുന്ന 30ഓളം കുട്ടികളും അണിനിരന്നു. ലൈബ്രറി പഞ്ചായത്ത് നേതൃത്വ സമിതി കൺവീനർ PA ഷമീർ, താലൂക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം TN അജയകുമാർ, MM പ്രതാപൻ, CA ജമാൽ, PS പ്രജോദ് എന്നിവർ സംസാരിച്ചു. പരമാവധി ഒഴിഞ്ഞു പോകുന്ന ആളുകളായിരിക്കും കളരി പഠിച്ചിട്ടുണ്ടാവുക. നമ്മൾ ചിലരൊക്കെ പറയും ഇതിലൊക്കെ പഠിച്ചിട്ടും നമ്മൾ ഇടിച്ചു മാറുന്നു എന്ന് ചോദിച്ചാൽ എവിടെ തൊട്ടാലും മർമ്മമാണ് എന്നുള്ളതുകൊണ്ട് 101 മർമ്മമെന്നും 107 മർമ്മമെന്നൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് എവിടെ ഇടിച്ചാലോ തല്ലിയാലോ ഒന്ന് കൈകൊണ്ടാലോ എല്ലായിടത്തും മർമ്മങ്ങളായതുകൊണ്ട് പൂർണ്ണമായ ഒരു കളരി പഠിച്ചവൻ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും മാറിപ്പോവുകയാണ് ഉണ്ടാവുക. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പേരെ ആരും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി അന്തിക്കാട് പഞ്ചായത്തിലെ 8ാം വാർഡിൽ നമ്മുടെ വാർഡും പരിസരവും നമ്മൾ വൃത്തിയാക്കുന്നു പദ്ധതി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വസന്തൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം CL ജോബി അധ്യക്ഷത വഹിച്ചു. പുത്തൻപീടിക സെന്റിനറി ഹാളിന് കിഴക്ക് ഭാഗത്തുള്ള റോഡിന്റെ ഇരുവശവും കുടുംബശ്രീ അംഗങ്ങളും തൊഴിലുറപ്പ് തൊഴിലാളികളും വാർഡിലെ മറ്റു സന്നദ്ധ പ്രവർത്തകരും വാർഡിലെ അംഗങ്ങളും ചേർന്ന് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. അന്തിക്കാട് ആരോഗ്യവകുപ്പ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ MB ബിനോയ്, ആശാവർക്കർ ഹേമ സതീശൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി വിജോ ജോർജ് എന്നിവർ സംസാരിച്ചു. സൗഹൃദ ഓട്ടോ സ്വതന്ത്ര കൂട്ടായ്മയുടെ 3ാമത് തൃശൂർ ജില്ലാ സമ്മേളനം തൃപ്പയാറിൽ നടന്നു. കൂട്ടായ്മ സംസ്ഥാന പ്രസിഡന്റ് സന്തോഷ് ആര്യനാട് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ആൻഡോ തൈക്കാട് അധ്യക്ഷനായി. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മെമ്പർമാരുടെ മക്കളെയും മുതിർന്ന അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. സംസ്ഥാന സെക്രട്ടറി ഷെജിർ കൂനമൂച്ചി, കബീർ പെരുമ്പാവൂർ, റഫീഖ് പാലക്കാട്, അനസ് ഇടുക്കി, അബ്ദുൾ അസീസ്, അബ്ദുൾ റസാഖ് എരുമപ്പെട്ടി, ഇസ്മയിൽ കോഴിക്കോട്, വർഗീസ് കുട്ടി പെരുമ്പാവൂർ, മുഹമ്മദ് അലി എരുമപ്പെട്ടി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇന്ന് വരെ നല്ല രീതിയിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത്. ഇനി അതുപോലെ തന്നെ കൊണ്ടുപോകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തൃശ്ശൂർ ജില്ലയിലെ അതുപോലെ നമ്മുടെ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു. മതിലകം കൂളിമുട്ടത്ത് കനത്ത കാറ്റിൽ വീടിന് മുകളിൽ തെങ്ങ് കടപുഴകി വീണു. വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കൂളിമുട്ടം നാണൻ മെമ്മോറിയൽ വായനശാലയ്ക്കടുത്ത് മുണ്ടേങ്ങാട്ടിൽ പത്മാക്ഷിയുടെ വീടിന് മുകളിലാണ് തെങ്ങ് കടപുഴകി വീണത്. വീടിന്റെ അടുക്കള ഭാഗം മുതൽ മധ്യഭാഗം വരെ ഭാഗികമായി തകർന്നിട്ടുണ്ട്. അപകട സമയത്ത് പത്മാക്ഷി വീടിനകത്ത് ഉണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇന്ന് രാവിലെ ഉണ്ടായ ശക്തമായ കാറ്റിലാണ് അപകടമുണ്ടായത്. പഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ, വാർഡ് മെമ്പർ KC ഗിരീഷ് തുടങ്ങിയവർ സ്ഥലത്തെത്തിയിരുന്നു. മുക്കുപണ്ടം പണയപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച യുവാക്കൾ അറസ്റ്റിൽ. കുന്നംകുളം അഞ്ഞൂർ സ്വദേശികളായ മുട്ടിൽ വീട്ടിൽ 30 വയസ്സുള്ള ജിതിൻ രവീന്ദ്രൻ, മങ്കട വീട്ടിൽ 27 വയസ്സുള്ള രാഹുൽ, കോറങ്ങാട്ട് 28 വയസ്സുള്ള മൃദുൽ എന്നിവരെയാണ് ചാവക്കാട് SHO NS രാജീവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. വെള്ളിയാഴ്ച വൈകിട്ട് പഞ്ചാരമുക്കിലെ തച്ചപ്പുള്ളി നിധി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് പ്രതികൾ മുക്കുപണ്ടം പണയപ്പെടുത്തി പണം തട്ടാൻ ശ്രമം നടത്തിയത്. 1.5 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് 9 ഗ്രാമും 410 മില്ലിഗ്രാമും തൂക്കമുള്ള വള പണയം വയ്ക്കാൻ 3 പേരും സ്ഥാപനത്തിലെത്തിയത്. സ്ഥാപനത്തിന്റെ മാനേജിംഗ് പാർട്ണർ മനോജ് തച്ചപ്പുള്ളി സ്വർണവള
മുക്കുപണ്ടമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ പ്രതികളെ മുറിയിലെ പുറത്തുനിന്നും പൂട്ടിയിട്ടു. തുടർന്ന് പോലീസിനെ വിവരമറിയിച്ചു. ഇതോടെ ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തി 3 പേരെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അറസ്റ്റിലായ ജിതിൻ രവീന്ദ്രൻ അടിപിടി ഉൾപ്പെടെ 3 കേസുകളിൽ പ്രതിയാണ്. പ്രതികൾ മുക്കുപണ്ടം പണയം വെച്ച് കൂടുതൽ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. നാട്ടികയിൽ ഉറക്കത്തിനിടയിൽ 15-കാരിക്ക് പാമ്പ് കടിയേറ്റു. നാട്ടിക സ്വദേശിനി വടയേരി വീട്ടിൽ വൈശാഖ മകൾ 15 വയസ്സുള്ള വൈഗാലക്ഷ്മിക്കാണ് ഇന്ന് പുലർച്ചെ വീട്ടിൽ വെച്ച് പാമ്പ് കടിയേറ്റത്. തൃപ്പയാർ ആക്സ് പ്രവർത്തകർ വിദ്യാർത്ഥിയെ തൃശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. കാഞ്ഞാണിയിൽ ബസ് ജീവനക്കാരെ മർദ്ദിച്ച കേസിൽ 2 പേർ പിടിയിൽ. 6ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കണ്ടശാങ്കടവ് സ്വദേശി വിജിൽ കൂട്ടാളി, എടമുട്ടം കഴിമ്പ്രം സ്വദേശി വിഷ്ണു എന്നിവരെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. വടനപ്പള്ളി പൊക്കുളങ്ങര ദേശീയപാതയിൽ നിർത്തിയിട്ട ടോറസ് ലോറിക്ക് പിന്നിൽ കാറിടിച്ച അപകടം. കാർ യാത്രക്കാരനായ യുവാവ് മരിച്ചു. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ഏങ്ങണ്ടിയൂർ സ്വദേശി ഊന്നുങ്ങൽ സുരേഷിന്റെ മകൻ 27 വയസ്സുള്ള അരുൺ ആണ് മരിച്ചത്. കാറിലുണ്ടായിരുന്ന വടനപ്പള്ളി പാപ്പുണ്ണി ക്ഷേത്രത്തിനു സമീപം താമസിക്കുന്ന മണ്ണാമ്പുറത്ത് ബവിൻ ബാബു, വടനപ്പള്ളി ബീച്ച് റോഡിൽ താമസിക്കുന്ന കാര്യാട്ട് രാജന്റെ മകൻ ശ്രീരാഗ്, ഇടശ്ശേരി പുളിയംതുരുത്ത് സ്വദേശി വാക്കാട്ട് ആശ്രിത് എന്നിവർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ഒളരി മദർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂരിൽ തട്ടുകടയിൽ തീപിടുത്തം. വടക്കേനടയിൽ വില്ലേജ് പരിസരത്തുള്ള പ്രിയം ഫാസ്റ്റ് ഫുഡിലാണ് തീപിടുത്തമുണ്ടായത്. പാചകത്തിന് ഉപയോഗിച്ചിരുന്ന ഗ്യാസ് സിലിണ്ടറിൽ നിന്നാണ് തീ പടർന്നത്. ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് തീ അണച്ചു. കൊടുങ്ങല്ലൂർ ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. തീപിടുത്തത്തിൽ തട്ടുകടയിലെ സാമഗ്രികൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ചാവക്കാട് തെക്കൻ പാലയൂരിൽ ടോറസ് പാടത്തേക്ക് മറിഞ്ഞ അപകടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കരിങ്കല്ല് കയറ്റി വന്ന ടോറസ് ലോറി നിയന്ത്രണം വിട്ട് പാടത്തേക്ക് മറിയുകയായിരുന്നു. റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർത്താണ് ലോറി പാടത്തേക്ക് ചെരിഞ്ഞത്. പെരുവല്ലൂർ സ്വദേശി ഡിജിലിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ടോറസ് ലോറി. അപകടത്തെ തുടർന്ന് പ്രദേശത്ത് ഗതാഗത തടസ്സവും വൈദ്യുതി തടസ്സവും ഉണ്ടായി. വാർഡ് കൗൺസിലർ ആരിഫ് പാലയൂർ, പൊതുപ്രവർത്തകരായ നൌഷാദ് തെക്കുംപുറം, അനീഷ് പാലയൂർ, KM സാദിഖ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. കൊലപാതക കേസിൽ ജാമ്യത്തിലിറങ്ങി ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി പിടിയിൽ. നെന്മണിക്കര മടാവക്കര സ്വദേശി കുന്നൻവീട്ടിൽ കൊച്ചുപോൾ എന്ന് വിളിക്കുന്ന രവിയെയാണ് ഈസ്റ്റ് പോലീസ് പിടികൂടിയത്. കൊക്കാല അടക്ക മാർക്കറ്റ് റോഡിൽ ബന്ധുവായ പോളിനെ മരക്കട്ട ഉപയോഗിച്ച് ഗുരുതര പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കാണാതായ യുവാവിനെ ചെങ്ങാലൂർ സൂര്യ ഗ്രാമത്തുള്ള പാറമടയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചെങ്ങാലൂർ സ്വദേശി 45 വയസ്സുള്ള പുല്ലോക്കാരൻ സലീഷ് ആണ് മരിച്ചത്. വെള്ളിയാഴ്ച മുതൽ സലീഷിനെ കാണാനില്ലെന്ന് കാണിച്ച് കുടുംബം പുതുക്കാട് പോലീസിൽ പരാതി നൽകിയിരുന്നു. സലീഷിനായുള്ള അന്വേഷണം പുരോഗമിക്കുമ്പോഴാണ് പാറമടകളുടെ ചിത്രമെടുക്കാൻ വന്ന പുതുക്കാട് പഞ്ചായത്തിലെ ജീവനക്കാർ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് പുതുക്കാട് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി പാറമടയിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്തു. കൊടുങ്ങല്ലൂരിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന കഞ്ചാവുമായി ലഹരി കേസുകളിലെ പ്രതി അറസ്റ്റിലായി. ഇടവിലങ്ങ് സ്വദേശി പടിഞ്ഞാറേ വീട്ടിൽ സഹദിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇടവിലങ്ങ് സ്കൂൾ പരിസരത്ത് നിന്നാണ് പോലീസ് സംഘം ഇയാളെ കഞ്ചാവുമായി പിടികൂടിയത്. പ്രതിയെ ബാലനീതി നിയമത്തിന്റെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം റിമാൻഡ് ചെയ്തു. കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ PD ബിജോയ്, സബ് ഇൻസ്പെക്ടർ വിവേക് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. തൃശൂർ നഗരമധ്യത്തിലെ ഫ്ളാറ്റിലെ യുവതിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവും വിവിധ വകുപ്പുകളിലായി 12 വർഷം കഠിന തടവും 9 ലക്ഷം രൂപ പിഴയും ശിക്ഷ. തമിഴ്നാട് സ്വദേശി പളനിസ്വാമിയെയാണ് തൃശൂർ 1ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് K കമനീസ് ശിക്ഷിച്ചത്. 2018 ജൂലൈ 27-നാണ് വെള്ളിയണ്ണൂരിലെ അപ്പാർട്ട്മെന്റ്സിൽ വെച്ച് യുവതിയെ കഴുത്ത് മുറിച്ച് കൊലപ്പെടുത്തിയത്. സ്വർണ്ണാഭരണങ്ങളും 8,75,000 രൂപയും കവരുകയും ചെയ്തിരുന്നു. തമിഴ്നാട് സ്വദേശിയായ ശശികുമാറിന്റെ ഭാര്യ മഹേശ്വരിയാണ് കൊല്ലപ്പെട്ടത്. പ്രോസിക്യൂഷന് വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ KP അജയകുമാർ കോടതിയിൽ ഹാജരായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ പുത്തൻപീടികയിൽ ഭാര്യ വീടിന് നേരെ ഭർത്താവിന്റെ ആക്രമണം. ജനൽ ചില്ലുകൾ തകർത്തു. പോർച്ചിലിരുന്ന സ്കൂട്ടറിന് തീയിട്ടു. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. മതിലകം പൂളിമുട്ടത്ത് കനത്ത കാറ്റിൽ വീടിന് മുകളിൽ തെങ്ങ് കടപുഴകി വീണു. വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു.
ബാലവേദി കയ്പമംഗലം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന ബാലവേദി ക്യാമ്പ് സംഘടിപ്പിച്ചു. മുക്കുപണ്ടം പണയപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച യുവാക്കൾ അറസ്റ്റിൽ. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.